മലപ്പുറം ചാലിയാറിലെ ആദിവാസികൾക്ക് അനുവദിച്ച ലൈഫ് വീടുകളുടെ പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ മുങ്ങി. 4 വീടുകൾക്കായി അനുവദിച്ച 24 ലക്ഷം രൂപ ഒരു കരാർ രേഖയുമില്ലാതെയാണ് കരാറുകാരൻ സ്വന്തം പോക്കറ്റിലാക്കിയത്. പണി പാതിയിൽ കിടക്കുന്നതുകൊണ്ട് വീടിന് നമ്പറിടാനോ വൈദ്യുതി കണക്ഷൻ എടുക്കാനോ പോലും ആകാത്ത ഗതികേടിലാണ് ഈ പാവങ്ങൾ. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ആദിവാസി മേഖലയായ കാനക്കുത്ത് നഗർ 6 ലക്ഷം രൂപ വീതം അനുവദിച്ച 4 ലൈഫ് വീടുകൾ. പുറമേ നിന്ന് നോക്കിയാൽ വെള്ളപൂശിയ ചുവരുകളും ടൈൽ പാക്കിയ നിലവുമെല്ലാമുണ്ട്. എന്നാൽ വീടകങ്ങളുടെ അവസ്ഥ കാണുക. അടുക്കള നിലം മണ്ടറയായി കിടക്കുന്നു. ശുചിമുറിയുടെ നിർമ്മാണം തുടങ്ങിയിട്ട് കൂടിയില്ല. മുഴുവൻ പണവും കരാറുകാരൻ മുൻകൂട്ടി കൈപ്പറ്റി. വീട് പണി ഈ വിധം പാതിയിലിട്ട് കടന്നു കളഞ്ഞു. കരണ്ട് വേണം, പിന്നെ കക്കൂസ് നന്നാക്കണം. അടിക്കണ്ട വെറും ഇതായിട്ട് മണ്ണെണ്ണയില്ല, വിരളമില്ല. ഞങ്ങൾ കോല കണ്ണും ചെവിടും കാണാത്ത ഞങ്ങൾ അടങ്ങാറായി ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ. പൈസ ഒക്കെ വാങ്ങിക്കണം, ഒക്കെ വാങ്ങിക്കണോന്ന് പറഞ്ഞു. പണി പൂർത്തിയാകാതെ കിടക്കുന്നത് കൊണ്ട് വീടിന് നമ്പറിട്ട് നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ വൈദ്യുതി കണക്ഷൻ കിട്ടില്ല. ആനയും പുലിയും കാട്ടുപന്നിയും വിഹരിക്കുന്ന പ്രദേശമാണ്. നേരെ മിരുട്ടിയാൽ വീട്ടുമുറ്റം വരെ വന്യമൃഗങ്ങൾ വരുന്നത് പതിവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ എന്ത് സുരക്ഷയെന്ന് ഇവർ ചോദിക്കുന്നു. ഇനി കറണ്ട് ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ആനക്കുട്ടി നിന്ന് ചത്തോണ്ടിരുന്നാൽ മാറ്റില്ല. അത്ര തന്നെ ഞങ്ങൾ കൊണ്ടു. ആനയൊക്കെ വരവുണ്ട്. ആനപ്പം ഇതിൽ അല്ല ഇപ്പം നേരെ വന്നിട്ട് പോയത് ഇതിലെ വരുന്നുണ്ട്. ഇതാക്കുന്ന ആ പേരൻ്റെ അപ്പുറത്ത് കൂടെ അവിടെ ഒരു പഞ്ചായത്ത് കിണറുണ്ട്. അതിന്റെ എരുത്ത് കൂടെ അല്ല ആന വരുന്നത്. കക്കൂസിൽ പോകണമെങ്കിൽ വടികുത്തി കാട് കയറണം. ഞങ്ങൾ എന്തു ചെയ്യണം? ആരോട് പറയണം? കക്കൂത്ത് എങ്ങനെ അതിന്റെ അടി നന്നാക്കിയിട്ടില്ല. മോള് പഴയ കക്കൂത്ത് നന്നാക്കി അതിന്റെ മോളിൽ കൂടെ തേച്ചതാണ്. വെള്ളം വലിച്ചു പോയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പൈസ മുഖേന വാങ്ങിക്കൊടുത്തു. കക്കൂത്ത് ഞാൻ വടിയും കുത്തി പോകും. കാട്ടൊക്കെ വടി കുത്തിയിട്ടാ പോവുക. സുഖമില്ലാത്ത ആളല്ലേ, എവിടെങ്കിലും വീണാലും എന്താ ചെയ്യാ? അതല്ല ഓൻ ചിന്തിച്ചത്. 4 ലക്ഷം രൂപയാണ് ലൈഫ് വീടുകൾക്ക് സർക്കാർ അനുവദിക്കുന്നത്. കാനക്കുത്ത് ദുർഘട മേഖലയായതുകൊണ്ട് നിർമ്മാണ സാമഗ്രികൾ തലച്ചുമടായി എത്തിക്കാനുള്ള ചെലവ് കൂടി ചേർത്ത് 6 ലക്ഷം രൂപ അനുവദിച്ചു. അതും കരാറുകാരന് കോളായി. 420 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പണിയുന്ന വീടുകളിൽ 3 ലക്ഷം പോലും ചെലവഴിച്ചിട്ടില്ല എന്നാണ് പരാതി. പണിതീരാത്ത വീടുകളിൽ പദം പറഞ്ഞ് ഇവരിങ്ങനെ കഴിയുന്നു. ആ പൈസ ഒക്കെ ഓൻ വാങ്ങിയിരിക്കണം. ഇവിടുന്ന് ഞങ്ങളെ പേർക്ക് കൊണ്ടുവരുന്ന മണലും പിന്നെ കല്ലും ഒക്കെ വേറെ ഉള്ളവർക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ ഓൻ കൊടുക്കുക. ആ പൈസ ഒക്കെ ഓനല്ല വാങ്ങി തിന്നുന്ന. ഞങ്ങളെ പൈസ ഒക്കെ ഓൻ വാങ്ങി. ഇപ്പം ഞങ്ങളൊപ്പം പേരെടുത്ത് പോലെ പൈസ തന്നെയാക്കണം. അനുഭവിക്കണ്ടല്ലോ അവർക്കൊക്കെ. ഞങ്ങൾക്ക് കൊണ്ട് ഞാൻ ഒക്കെ ഓൻ വാങ്ങി ഒക്കെ വാങ്ങി കൊടുത്തിക്കണ്. പഞ്ചായത്ത് ഭരണസമിതി, പട്ടികവർഗ ക്ഷേമത്തിനായുള്ള മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഒന്നും ഇവരുടെ ഗതികേടും ഈ ചൂഷണവും അറിഞ്ഞിട്ടുകൂടിയില്ല. സമൂഹം വിലയിടാത്ത ജീവിതങ്ങൾ. കൂലിപ്പണി ചെയ്തും വനവിഭവങ്ങൾ ശേഖരിച്ചും ജീവിക്കുന്ന ഈ പാവം ആദിവാസികൾ അവർക്കുള്ള വീട് നിർമ്മാണത്തിലും വലിയ തട്ടിപ്പിനാണ് ഇരയായിരിക്കുന്നത്. ഇവയൊന്നും ചോദ്യം ചെയ്യാൻ ഇവർ വരില്ല എന്ന ധൈര്യമാണ് ഈ തട്ടിപ്പുകാർക്കും. ക്യാമറാമാൻ AV ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.